ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന് പറയുന്നൊരു തസ്തികയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യോഗ്യതകളെ പറ്റി സംസാരിക്കാനാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 14/1/2026 അപ്പം ഈ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആർക്കൊക്കെയാണ് യോഗ്യത? നമുക്ക് എല്ലാവർക്കും അറിയാം, അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ട പോസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ ആ അഗ്രികൾച്ചർ സ്ട്രീമിൽ നിങ്ങൾക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദം ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ ഹോർട്ടിക്കൾച്ചറിലാണ് നിങ്ങളുടെ ഈ യോഗ്യതയെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 540/2025 എന്ന നമ്പറിലാണ് വന്നിരിക്കുന്നത്. സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു പോസ്റ്റിംഗ് വരുന്നത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പോസ്റ്റ് 55,200 തുടങ്ങി 1,15,300 അവസാനിക്കുന്ന അത്യാവശ്യം സാലറി ഉള്ള ഓഫീസർ തസ്തിക തന്നെയാണ്. നിലവിലെ വേക്കൻസി 2 മാത്രമാണുള്ളത്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത് അഗ്രികൾച്ചറിൽ നിന്നുള്ള ബിരുദവും ബിരുദാനന്തര ബിരുദമാണ്. അതായത് ബിരുദമുള്ളവർക്ക് അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ടതായിരിക്കണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ വിവിധ സ്ട്രീമിലുള്ളതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉയർന്നു വന്ന 2 സംശയങ്ങളുണ്ട്. ഒന്ന്, ഹോർട്ടിക്കൾച്ചറിൽ നിങ്ങൾക്ക് ബിരുദമുണ്ടെങ്കിലോ അതുപോലെ തന്നെ ഫോറസ്ട്രിയിൽ ബിരുദമുണ്ടെങ്കിലോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വളരെയധികം ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് നിലവിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അഗ്രികൾച്ചർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പോസ്റ്റിൽ കയറി PSC ആയതുകൊണ്ട് അതിൽ ഇക്വലൻസി പറഞ്ഞേക്കുന്നതൊന്നും വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കയറി അതിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതിൽ നിങ്ങൾ ഇന്നെലിജിബിൾ ആണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് വൈ ഐ ആം ഇന്നെലിജിബിൾ എന്ന് നോക്കുക. ആ ഇന്നെലിജിബിൾ കാറ്റഗറിയിൽ നമ്മളുടെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇക്വലൻസി പറ്റുമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇക്വൽ ഓർ ഹയർ കൊടുത്ത് അപ്ലൈ ചെയ്ത് പോകുക എന്നുള്ളതാണ്. പൊതുവേ സാധാരണ രീതിയിൽ അഗ്രികൾച്ചർ പറയുമ്പോൾ ഈ 2 മേഖലയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഹോർട്ടിക്കൾച്ചർ സ്ട്രീമിലെങ്കിലും ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി തന്നെ കയറി ഈ ഒരു നോട്ടിഫിക്കേഷൻ എടുത്ത് നിങ്ങളുടെ ഇന്നെലിജിബിലിറ്റി എന്താണെന്ന് ഫൈനലൈസ് ചെയ്യുക. ഇന്നെലിജിബിലിറ്റി ഫൈനലൈസ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഈക്വൽ അല്ലെങ്കിൽ ഹയർ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വെച്ച് തന്നെ കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ആണ് പൊതുവേ നമ്മൾ ഇതിലെ യോഗ്യതയായിട്ട് പറയുന്നത്. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഒരു മേഖലയിൽ നിങ്ങൾ നേടിയിരിക്കുന്ന ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ എന്നുള്ളതാണ് അടിസ്ഥാന യോഗ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 2 സ്ട്രീമിൽ അറ്റ്ലീസ്റ്റ് ഹോർട്ടിക്കൾച്ചറിലെങ്കിലും അത് പറ്റേണ്ടതാണ്. പിന്നെ PSC ആണ്. നമുക്ക് ഇത് നോക്കാതെ പോകുന്നത് മണ്ടത്തരമായി പോകും. അപ്പോൾ നിങ്ങൾ കയറിയിട്ട് അതിന് ഇക്വലൻസി വെച്ചുകൊണ്ട് ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്ലൈ ചെയ്തിട്ട് ഇൻ കേസ് ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ടൈം ആകുമ്പോൾ നിങ്ങളെ അതിൽ നിന്ന് അവർ റിമൂവ് ചെയ്തുകൊള്ളും. പിന്നെ ഇതിന് നമുക്ക് ഫീസ് ഒന്നുമില്ല. പിന്നെ ഇതിനുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ എക്സാമിനേഷന് തന്നെ മറ്റുള്ള പല എക്സാമിനേഷനും ഇത് ബെനിഫിഷ്യൽ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തികമായ ബാധ്യതകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു പോവുക. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപേക്ഷിക്കാത്തത് കൊണ്ട് പിന്നീട് ഈ അവസരം നഷ്ടപ്പെട്ടു എന്നൊരു റിഗ്രറ്റ് ഫ്യൂച്ചറിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സജഷൻ നൽകിയത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവസാനം നടന്ന പരീക്ഷയുടെ വിശദാംശങ്ങളാണ്. കാറ്റഗറി നമ്പർ 307/2019 എന്ന നമ്പറിൽ ഇതിന് നേരത്തെ എക്സാം നടന്നിരുന്നു. അന്ന് ഇതിന്റെ DOE നിലവിൽ വന്നത് 27/4/2022 ആയിരുന്നു. അന്ന് കട്ട് ഓഫ് മാർക്കായിട്ട് 67 മാർക്കും അതുപോലെ തന്നെ മാക്സിമം മാർക്കായിട്ട് 78.67 മാർക്കുമാണ് വന്നത്. അന്ന് മെയിൻ ലിസ്റ്റിലേക്ക് 47 പേർ ഉൾപ്പെടുകയും അതിൽ നിന്ന് 10 പേർക്ക് അഡ്വൈസ് പോയി നിയമനം നടക്കുകയും ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ്, അത്യാവശ്യം സാലറി ഉള്ളൊരു പോസ്റ്റാണ്, ഓഫീസർ പോസ്റ്റാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എടുക്കുമ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അപേക്ഷിക്കാതെ പോകരുത്. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഉദ്യോഗാർത്ഥികളും നന്നായിട്ട് ഇതിനുവേണ്ടി തയ്യാറെടുക്കും. നിങ്ങളും അത്തരത്തിൽ തന്നെ തയ്യാറെടുക്കണം. PSCയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് ഏതാണ്ട് 60 ദിവസത്തിനുള്ളിൽ തന്നെ ബാക്കി നടപടികളൊക്കെ പോവുകയും ഏതാണ്ട് 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷൻ നടക്കുകയും ചെയ്യുന്ന ഒരു രീതികൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ നമുക്കൊരു 2 മാസത്തിനുള്ളിലോ 3 മാസത്തിനുള്ളിലോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ എക്സാമിനേഷൻ ഡേറ്റും വരാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാൻ കിട്ടുന്ന സമയം വളരെ പരിമിതമായിരിക്കും. പണ്ടത്തെ അത്രയും സമയം കിട്ടുമെന്ന് ധരിച്ചിരിക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നാൽ തന്നെ സമയം കഴിഞ്ഞു എന്ന രീതിയിൽ തന്നെ വേണം നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങുക.
നമ്മുടെ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലബസ് ബേസ്ഡ് ആയിട്ട് മുൻവർഷ ചോദ്യപേപ്പറുകളെ ബേസ് ചെയ്ത് പോകുന്ന കോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് ടൈം മാനേജ്മെന്റ് മുമ്പോട്ട് പോകുന്ന രീതിയിലുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട് ഉൾപ്പെടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് കൂടുതൽ വിവരങ്ങൾക്കുമായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.